എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദോശയ്ക്ക് പറ്റിയൊരു ചമ്മന്തി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി തയ്യാറാക്കാം. അതിനാവശ്യമായിട്ട് അധികം സാധനങ്ങളൊന്നും വേണ്ട. മുളക് വേണം. എരിവ് കുറച്ച് വേണ്ടവർക്ക് ചരട മുളക് എടുക്കാം, അതായത് കാശ്മീരി ചില്ലി എടുക്കാം. അല്ലാത്തവർക്ക് ഈ മുളക് എടുക്കാം, എരിവുള്ളത്. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതെടുത്തു. പിന്നീട് വേണ്ടത് ചെറിയ ഉള്ളി ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നടുവെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി കിട്ടാത്തവർക്ക് സവാള വെച്ചിട്ടും തയ്യാറാക്കാൻ പറ്റും. പിന്നീട് ഇതിന് വേണ്ടത് ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി തയ്യാറാകും. ഇതുണ്ടെങ്കിൽ നമുക്ക് സാമ്പാറോ കടലക്കറിയോ ചമ്മന്തിയോ തേങ്ങാ ചമ്മന്തി ഒന്നും വേണമെന്ന് തോന്നത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുളക് ചമ്മന്തിയാണ്. ഇതിന് നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിയും മുളകും ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ ചീനച്ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മുളക് വറുക്കുന്നതിന് ആവശ്യമായിട്ടും ഉള്ളി വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ മതി. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട. നമുക്കിനി ഇതിലോട്ട് മുളക് ഇട്ട് കൊടുക്കാം. ആദ്യമേ ഒന്ന് മുളക് ഇട്ട് വറക്കാം, കാരണം ഉള്ളിക്കകത്ത് വെള്ളമയം ഉണ്ടല്ലോ. ഇതിനെ തീ കുറച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു. ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടങ്ങ് മാറ്റാം. അരകല്ലയിൽ അരയ്ക്കുന്നതാണ് ടേസ്റ്റ്. ഈ വന്ന കാലത്ത് അതൊന്നും നടക്കാത്ത കാര്യമായതുകൊണ്ട് നമുക്ക് മിക്സി തന്നെ അങ്ങ് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഉള്ളി മൂക്കാനായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളി മൂക്കാൻ എളുപ്പമാണ്. പക്ഷേ നമുക്ക് ഈ മുളക് ആദ്യമേ ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിക്കകത്തിട്ട്. അന്നേരം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുളക് എളുപ്പം പൊടിഞ്ഞ് കിട്ടും. ഈ മുളകിൻ്റെ ചൂടാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഈ മുളകൊന്ന് പൊടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഉള്ളി ഇട്ട് നമുക്ക് ചമ്മന്തി തയ്യാറാക്കാം. ഉള്ളിയും മുളകും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുളക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തില്ല. ഉള്ളിയുടെ ഈ വെള്ളമയം കാരണം മുളകൊന്ന് തണുത്തു പോകും. മുളക് അതുകൊണ്ട് ആദ്യം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. മുളകിൻ്റെ ചൂടാറിക്കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ ഉള്ളി ആവശ്യത്തിന് മൂത്തു. ഒരുപാട് അങ്ങ് ചുമന്ന് വരണ്ട, എന്നാൽ ഈ പരുവത്തിൽ നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള മൂപ്പ് ഈ ചീനച്ചട്ടിയുടെ ചൂടിൽ മൂത്ത് വരും. ചൂടാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിയും കൂടെ ചേർത്ത് പൊടിക്കാം. ഈ സമയം നമ്മുടെ മുളകിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരട്ടെ. ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പിട്ട് മുളക് പൊടിച്ചെടുത്തു. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതേസമയത്ത് ഉള്ളി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പൊടിഞ്ഞ് കിട്ടത്തില്ല. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഉള്ളിയും കൂടി ഇട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ മുളക് ചമ്മന്തി പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളം ഒഴിക്കരുത് ഇതിനകത്ത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് അങ്ങ് മാറും. പിന്നെ ഒരു വെള്ളത്തിൻ്റെ ഒരു പച്ചച്ചൊവയൊക്കെ വരും. അതുകൊണ്ട് വെള്ളം ഒഴിക്കരുത്, പൊടിച്ചെടുക്കുകയാകാവുള്ളൂ. ഇനി ഇത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചാലിച്ചെടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ബ്രില്ലിൻ്റെ ഒരു കുപ്പി നന്നായിട്ട് കഴുകിയെടുത്ത് അതിലാണ് കടുക് വറക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിരിക്കുന്നത്. സാധാരണ കടുക് വറക്കാനായിട്ട് വലിയ കുപ്പിയിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് ഒഴിക്കുമ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ അങ്ങ് വീഴും. പിന്നെ അത് തിരിച്ചെടുക്കണം. അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും വെളിച്ചെണ്ണ നമ്മുടെ ശരീരത്തിൽ ചെല്ലും. അതുകൊണ്ട് കടുക് വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ അടപ്പൊന്ന് തുറന്ന് സ്വല്പം നമ്മളൊന്ന് ഞെക്കി കഴിയുമ്പം ആവശ്യത്തിനുള്ളതേ വീഴത്തുള്ളൂ. അതിനാണ് ഞാൻ ബ്രില്ലിൻ്റെ കുപ്പിയെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രമിക്കാവുന്ന ഒരു കാര്യമാണ്. അല്ലാതെയുള്ള കുപ്പികൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറെ എണ്ണ കടുക് വറക്കാനായിട്ട് വീഴും. കടുക് വറക്കുന്നതിന് കുറച്ച് എണ്ണ മാത്രം മതിയല്ലോ. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുളക് ചമ്മന്തി തയ്യാറായി. ഇനി നമുക്ക് ദോശ ചുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കഴിക്കുന്നത് എന്നൊക്കെയൊന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സോഫ്റ്റായ ദോശയും തയ്യാറായി. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ള ദോശയാണ്.
അതിൻ്റെ കൂടെ നമുക്ക് ഈ മുളക് ചമ്മന്തിയും കൂടെ ചേർത്ത് കഴിക്കാം. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വേറെ ഒരു കൂട്ടാനുണ്ടെങ്കിലും ഈ മുളക് ചമ്മന്തി ഉണ്ടെങ്കിൽ ഇത് മാത്രം കൂട്ടിയായിരിക്കും എല്ലാവരും ദോശ കഴിക്കുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്നിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതണം.